അല്ല മറ്റേയാൾക്ക് കോട്ടമുടി കോളേജിലാണ് കമ്പറ്റില്ല ഇങ്ങനെ തലയിൽ ചുറ്റിക്ക് കണ്ണൊക്കെ കളഞ്ഞ് പോയാൽ കാര്യം അവനിവിടെ ചൂണ്ടിടാനായിട്ട് ചൂണ്ടെടുത്തുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ മൊബൈലിൽ പാട്ട് വെച്ചുകൊണ്ട് ഈ മുണ്ടിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ മത്തായി കുഞ്ഞ് അതിലിങ്ങനെ വന്നപ്പോൾ അവനെ ഏതാണ്ട് പറയാമെന്നും പറഞ്ഞ് അവനവിടെ നിന്നുകൊണ്ട് നീ ഇങ്ങോട്ട് വാടാ, എന്നോട് അങ്ങനെ പറയണമെന്നില്ല, നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. ഇതിൻ്റെ കോട്ടക്കരയിലെ പടി വരെ ചെന്നുള്ളൂ. അവനൊരു വലിയ ഇത് പട്ടികക്കോല് കയ്യിലിരിക്കാറുണ്ട്. ഒറ്റ അടി അടിച്ചിട്ട് അവിടെ വീണ് കഴിഞ്ഞിട്ട് അവൻ പൊതിരെ മുഖത്തിട്ട് അടിച്ച് എത്ര അടി അടിച്ചെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് ഓടിയിട്ട് നിങ്ങൾ ഒച്ചെടുത്തിട്ട് ഒച്ച പൊങ്ങണില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് അവൻ ഈ ആക്രമണം കഴിച്ചു കൊണ്ടുപോകും. അവൻ പറയല് വീട് മത്തായി. സ്ഥലത്തിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല സ്ഥലത്തിൻ്റെ ഒന്നുമില്ല. ആദ്യം അവൻ പറഞ്ഞില്ല ഇന്നലെ ഒരു 5:50 എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് എന്നെ വിളിച്ച് പറയണം അങ്ങനെ അവിടെ ഒരു ചെറിയ വഴക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഇവിടെ വരെ വരുമെന്ന് ചോദിച്ചു. ഞാനും എൻ്റെ സുഹൃത്ത് ബെന്നിയും കൂടെ ഇവിടെ വരുമ്പോൾ ഈ വ്യക്തി ഇവിടെ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ഞങ്ങളിവിടെ അടുത്ത് വന്നപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് അത് കണ്ടിട്ട് അടുക്കാൻ പറ്റില്ല. ഞങ്ങളിവിടുന്ന് വേഗം ഒരു അടിയാണ് തല്ലണെന്നുള്ള ഒരു ഇതിൽ വന്നപ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നടക്കില്ല. വേഗം കൗൺസിലറെ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും കൂടി ആസ്പത്രി കൊണ്ടുവന്നാക്കി. അതായത് പുള്ളി ചോരയിൽ കുളിച്ച് കിടക്കുന്നു. ചെവിട്ടിന്ന് ചോര ഉണ്ട്. ആളെ നെറ്റിയാകെ പൊളിഞ്ഞ് നല്ലോണം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോരയിൽ ഇങ്ങനെ കുളിച്ച് നമുക്കൊന്നും ആർക്കും അവിടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും അത് കണ്ടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവളായിരുന്നു സംഭവം. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ 1-ാം വാർഡ് ചാക്കരപ്പറമ്പ് ഭാഗത്താണ് സത്യത്തിൽ ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ വിനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏകദേശം 37-38 വയസ്സുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും തൊട്ട് അയൽവാസിയായിട്ടുള്ള മത്തായി എന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞത്. വിളിച്ച് വീട്ടിൽ നിന്നും വാടാ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി പട്ടിക കൊണ്ട് തലക്കടിച്ച് വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നമ്മൾ കണ്ടു. വേറെ